യാത്രകളുടെ സൗന്ദര്യവും സാഹസികതയും ആസ്വദിച്ച് കാടും മലകളും താണ്ടിയെത്തുന്നവരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരാൾ. ഓസ്ട്രേലിയയിലെ ബെലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിലെത്തുന്ന സഞ്ചാരികളുടെ പേടി സ്വപ്നമായി മാറിയ ഒരു കൊടും ക്രൂരൻ. സഞ്ചാരികളെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന അയാളെ ലോകം പിൽക്കാലത്ത് ബാക്ക് പാക്കർ സീരിയൽ കില്ലർ എന്ന് വിളിച്ചു. യാത്രക്കിടയിൽ പതിയിരിക്കുന്ന അപകടമെന്ന പോലെ ആ കൊലപാതകി ഇന്നും സഞ്ചാരികളുടെ പേടി സ്വപ്നമാണ്. 1989 92 ഇടയിൽ സിഡ്നിയിൽ നിന്ന് തെക്കൻ ന്യൂ സൗത്ത് വെയിൽസിലേക്കുള്ള ഹ്യൂം ഹൈവേ വഴി യാത്ര ചെയ്യുന്ന ബാക്ക് പാക്കർമാർക്കിടയിൽ ഒരു ഭയം പതുക്കെ പടർന്നു തുടങ്ങി. യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമുള്ള യാത്രികരിൽ പലരെയും കാണാതായെന്ന വാർത്ത പടർന്നു തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ആ ഭയം. ആ കാലഘട്ടത്തിനിടയിൽ 7 സഞ്ചാരികളെയായിരുന്നു യാത്രക്കിടെ കാണാതായത്. ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും തുടർച്ചയായി യാത്ര നടത്താൻ സാധ്യതയുള്ള സഞ്ചാരികളായതിനാൽ തന്നെ ഇവരെക്കുറിച്ചുള്ള അന്വേഷണം അധികമൊന്നും നീണ്ടുപോയില്ല. കഥയുടെ ഗതി മാറിയത് 1992 സെപ്റ്റംബറിലാണ്. സിഡ്നിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ വിജനമായ ബെലാംഗ്ലോ സ്റ്റേറ്റ് ഫോറസ്റ്റിൽ നടക്കാൻ ഇറങ്ങിയ 2 പേർ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. മണ്ണിൽ പാതി മൂടിയ നിലയിൽ 2 മൃതദേഹങ്ങൾ. അത് ബ്രിട്ടീഷ് യാത്രികരായ ജോവാൻ വാൾട്ടേഴ്സിന്റെയും കരോളിൻ ക്ലാർക്കിന്റെയും മൃതദേഹങ്ങളായിരുന്നു. അവരെ ക്രൂരമായി മുറിവേൽപ്പിച്ചും വെടിയുതിർത്തും കൊലപ്പെടുത്തിയ ശേഷം ഒളിപ്പിച്ചതായിരുന്നു. 1 വർഷത്തിനുള്ളിൽ 1993 നവംബറോടെ കാണാതായ മറ്റ് 5 പേരുടെയും മൃതദേഹങ്ങൾ അതേ വനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. ഓരോ മൃതദേഹത്തിലും കൊടും ക്രൂരതയുടെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ചിലർക്ക് വെടിയേറ്റിരുന്നു, ചിലരെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു, ചിലരുടെ എല്ലുകൾ തകർന്നിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിൽ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഒരേ രീതി പിന്തുടരുന്ന ഒരു സീരിയൽ കില്ലറാണെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇതിനിടയിൽ പോലീസിന് നിർണായകമായ ഒരു തുമ്പ് ലഭിച്ചു. അത് ബ്രിട്ടീഷ് ബാക്ക് പാക്കറായ പോൾ ഓണിയൻസിന്റെ വെളിപ്പെടുത്തലായിരുന്നു. 1990 ഓണിയൻസ് ഹ്യൂം ഹൈവേയിൽ യാത്രക്കിടെ ഒരു വാഹനത്തിൽ ലിഫ്റ്റ് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഉൾവനത്തിലെത്തിയപ്പോൾ ഡ്രൈവർ തോക്ക് ചൂണ്ടി അയാളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ തക്ക സമയത്ത് ഓണിയൻസ് ഓടി രക്ഷപ്പെടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മൃതദേഹങ്ങൾ കണ്ടതോടെ പോലീസ് ഓണിയൻസിനെ ബന്ധപ്പെട്ടു. ലണ്ടനിൽ നിന്ന് സിഡ്നിയിലേക്ക് പറന്നെത്തിയ ഓണിയൻസ് പോലീസുകാർ കാണിച്ച ഒരു കൂട്ടം ഫോട്ടോകളിൽ നിന്ന് അന്ന് തന്നെ മുൾമുനയിൽ നിർത്തിയ ഡ്രൈവറെ കൃത്യമായി തിരിച്ചറിഞ്ഞു. ഇവാൻ റോബർട്ട് മാർക്കോ മിലാറ്റ്. ഇവാൻ മിലാറ്റ് ഒരു റോഡ് തൊഴിലാളിയായിരുന്നു. ആയുധങ്ങളോടും മൃഗവേട്ടയോടുമെല്ലാം അമിതമായ ഭ്രമമുള്ളയാൾ. 1994 മെയ് 22 50ലധികം പോലീസുകാരുടെ ഒരു വലിയ ഓപ്പറേഷനിലൂടെ മിലാറ്റിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം മിലാറ്റിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന തെളിവുകളായിരുന്നു. കൊല്ലപ്പെട്ട ബാക്ക് പാക്കർമാരുടെ സാധനങ്ങൾ, അവരുടെ ക്യാമറകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം അയാളുടെ പക്കലുണ്ടായിരുന്നു. കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച തോക്കുകളും മറ്റ് ആയുധങ്ങളും പോലീസ് കണ്ടെത്തി. 1996 ഇവാൻ മിലാറ്റിന്റെ കേസിന്റെ വിചാരണ നടന്നു. ഇവാൻ മിലാറ്റ് ഒരിക്കലും താൻ ചെയ്ത കുറ്റം സമ്മതിച്ചതേയില്ല. അയാൾ താൻ നിരപരാധിയെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പോൾ ഒനിയൻസിന്റെ സാക്ഷ്യവും വീട്ടിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളും കേസിൽ നിർണായകമായി. എന്നാൽ ഇവാനിലെ കൊലപാതകയെ അതിന് പ്രേരിപ്പിച്ചതെന്തെന്ന് അവ്യക്തം. ജൂലൈ 27 കോടതി ഇവാൻ മിലാറ്റ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 7 കൊലപാതകങ്ങൾക്കും പരോളില്ലാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇവാൻ മിലാറ്റ് 2019 ഒക്ടോബർ 27 ക്യാൻസർ ബാധിച്ച് ജയിലിൽ വെച്ച് മരിച്ചു. മരിക്കുന്നത് വരെയും അയാൾ തന്റെ കുറ്റങ്ങൾ സമ്മതിച്ചില്ല. ഇയാളുടെ കൊലപാതകങ്ങൾക്ക് മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ കൂടുതൽ പേരെ കൊന്നിട്ടുണ്ടോ എന്നീ ദുരൂഹതകളെല്ലാം ഇന്നും ബാക്കിയാണ്. എന്നാൽ സാഹസിക യാത്രകളെ സ്നേഹിക്കുന്ന ബാക്ക് പാക്കർമാർക്കിടയിൽ ഒരു പേടി സ്വപ്നമായി ഇന്നും നിലനിൽക്കുന്നതാണ് ഇവാൻ മിലാറ്റിന്റെ കഥ.